ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചാഴ്ചകൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ തട്ടലും മുട്ടലും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ സ്വാഭാവികമാണ് അല്ലേ? അതെ, തീർച്ചയായും. രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്ന് വന്നവർ ഒന്നാകുമ്പോൾ പരസ്പരമൊന്ന് ട്യൂണായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അങ്ങനെയൊരു സാധാരണ പൊരുത്തക്കേടിന്റെ കഥയല്ല. ഉത്തർപ്രദേശിൽ വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുൻപേ ഒരു യുവതി ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 1 മാസം തികയും മുൻപേ? അതെ. കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റ് തന്നെയുണ്ടാക്കി. ഓക്കേ. ഒരു വശത്ത് വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രഖ്യാപനമായി ഇതിനെ ചിലർ കാണുന്നു. മറുവശത്ത് കുടുംബം എന്ന സങ്കല്പത്തിന്റെ തകർച്ചയായി മറ്റു ചിലരും. അപ്പോൾ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇത്ര വലിയ ചർച്ചയായത്? നമുക്കിതിന്റെ ഓരോ ലെയർ ഒന്ന് തുറന്നു നോക്കാം. തീർച്ചയായും. കഥ തുടങ്ങുന്നത് ഉത്തർപ്രദേശിലെ ഹത്രാസിലാണ്. അഭിഷേക് എന്ന ചെറുപ്പക്കാരൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഓക്കേ. ഏകദേശം 1 മാസം മുൻപാണ് അഭിഷേകിന്റെ വിവാഹം കഴിഞ്ഞത്. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച അതേ നാട്ടുകാരിയായ ഒരു യുവതിയുമായിട്ടുള്ള ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. അപ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതെ. കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവിടെയാണ് ഈ കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. ഒരു അറേഞ്ച്ഡ് മാരേജില്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യത്തിൽ, ആദ്യത്തെ കുറച്ചു മാസങ്ങൾ എന്നത് പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള സമയമായാണ് കണക്കാക്കുന്നത്. അതെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് പീരിയഡ്. കൃത്യം. ഒരുമിച്ച് ജീവിച്ച് പതിയെ പതിയെ ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ്. എന്നാൽ ഇവിടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ബന്ധത്തില് ഒരു വലിയ വിള്ളൽ വീണു. അതാണ് ഈ സംഭവത്തെ അസാധാരണമാക്കുന്നത്. അതെ. എന്താണ് ഇത്ര പെട്ടെന്ന് ആ ഒരു ഹണിമൂൺ കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ മാത്രം ഗൗരവമുള്ള ഒരു കാര്യമുണ്ടായത്? ആ ചോദ്യമാണ് എല്ലാവരും ആദ്യം ചോദിച്ചത്. അതെ, ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ആ യുവതി ഭർത്താവിനൊപ്പം ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ താൽപ്പര്യമില്ലെന്ന് തീർത്തു പറഞ്ഞു. ഓ. മാധ്യമങ്ങളോട് അവർ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാനതൊന്ന് പറയാം. പറയൂ. ദാമ്പത്യബന്ധത്തിൽ ഞാൻ ഒട്ടും തൃപ്തയല്ല. വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭർത്താവിന്റെ വീട്ടുകാരോടും എനിക്ക് പരാതിയില്ല. എന്നിട്ടവർ പറയുന്നു, പക്ഷേ എനിക്ക് തുറന്നു പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. ആ പ്രസ്താവനയിലെ അവ്യക്തതയാണ് ഇവിടെ ഏറ്റവും നിർണായകം. തുറന്നു പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. അതെ. ആ ഒരൊറ്റ വാചകം ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വഴിവെച്ചു. ശാരീരികമായ എന്തെങ്കിലും പൊരുത്തക്കേടുകളാണോ? അതോ മാനസികമായി ഒത്തുപോകാൻ കഴിയുന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത എന്തെങ്കിലും ഗൗരവമായ വിഷയങ്ങളുണ്ടോ? അതെ. ആ കാരണം പുറത്തു പറയാത്തതുകൊണ്ട് സമൂഹം ആ വിടവ് അവരവരുടെ ഭാവനകളും മുൻവിധികളും വെച്ച് നികത്താൻ തുടങ്ങി. അതോടെയാണ് ഈ വിഷയം ഇത്രയധികം സങ്കീർണമായത്. തീർച്ചയായും. ഈ തീരുമാനം 2 കുടുംബങ്ങളെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും ആയിട്ടില്ല, അപ്പോഴേക്കും ഇങ്ങനെയൊരു തീരുമാനം. സ്വാഭാവികമായും എല്ലാവരും ചേർന്ന് അവരെ അനുനയിപ്പിക്കാൻ ഒരു വലിയ ശ്രമം നടത്തി. എടുത്തുചാടല്ലേ, കുറച്ചുകൂടി സമയം കൊടുക്കൂ, എല്ലാം ശരിയാകും എന്നൊക്കെ ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ അവർ തീരുമാനത്തിൽ പാറ പോലെ ഉറച്ചുനിന്നു. ഒരു മാറ്റവുമില്ല. സംസാരങ്ങളൊന്നും ഫലം കാണാതായപ്പോൾ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ഒരു ഫാമിലി കൗൺസിലിംഗ് സെല്ലുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ചർച്ചകൾ നടന്നു. കൗൺസിലർമാർ വളരെ പ്രായോഗികമായിട്ടാണ് സംസാരിച്ചത്. അവർ പറഞ്ഞതിങ്ങനെയാണ്: ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ 1 മാസമെന്ന് പറയുന്നത് വളരെ ചെറിയ സമയമാണ്. ശരിയാണ്. ഇങ്ങനെയൊരു തീരുമാനം നിങ്ങളുടെ 2 പേരുടെയും ഭാവിയെ മോശമായി ബാധിക്കും. ഒന്നുകൂടി ആലോചിക്കണം. ആവശ്യമെങ്കിൽ ഒരു മെഡിക്കൽ കൗൺസിലിങ്ങിന് തയ്യാറാകണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ 2 വ്യക്തികളുടെ സ്വകാര്യമായ ഒരു തീരുമാനം ഒരു സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. അതെ, ഒരു സിസ്റ്റം തന്നെ ഇടപെടുന്നു. കുടുംബം, ബന്ധുക്കൾ, ഇപ്പോ പോലീസ്, കൗൺസിലർമാർ, ഒരു സിസ്റ്റം മുഴുവൻ ആ ബന്ധം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നിട്ടും ഇത്രയധികം പേർ ഇടപെട്ടിട്ടും ഉപദേശിച്ചിട്ടും ആ യുവതി തന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതവരുടെ തീരുമാനത്തിന്റെ ദൃഢതയെയാണ് കാണിക്കുന്നത്. അതൊരു നിമിഷത്തെ ദേഷ്യത്തിലെടുത്ത തീരുമാനമല്ലെന്ന് സാരം. അതെ, ആഴത്തിലാലോചിച്ചുറപ്പിച്ച ഒന്നാണെന്ന സൂചനയാണ് അത് നൽകുന്നത്. അതെ, അതുതന്നെയാണ് സംഭവിച്ചത്.
ആരുടെ ഉപദേശങ്ങൾക്കും അവർ വഴങ്ങിയില്ല. അവരുടെ അവസാനത്തെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. എന്തായിരുന്നു അത്? എനിക്കിഷ്ടമില്ലാത്ത, തൃപ്തിയില്ലാത്ത ഒരു ജീവിതം അഭിനയിച്ചു തീർക്കാൻ ഞാനില്ല. എന്റെ വ്യക്തിപരമായ സന്തോഷത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. വളരെ ശക്തമായൊരു നിലപാട്. അതെ, അവസാനം അവർ ഭർത്താവിന്റെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് അഭിഷേകിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് പറയാൻ വിട്ടുപോയി. എന്താണ് സംഭവിച്ചതെന്നോ എവിടെയാണ് തെറ്റുപറ്റിയതെന്നോ മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം ആകെ തകർന്നുപോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശരിയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു മാസം മുൻപ് വരെ സന്തോഷത്തോടെ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട ഒരാൾ ഇന്ന് എന്തുകൊണ്ട് തന്റെ ജീവിതം ഇങ്ങനെയായി എന്നുപോലും അറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. ഈ ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ ആ പുരുഷന്റെ മാനസികാവസ്ഥയെ അത്ര കാര്യമായി പരിഗണിക്കാറില്ല. പ്രത്യേകിച്ച് കാരണമെന്താണെന്ന് വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ സമൂഹം അയാളെ സംശയത്തോടെ നോക്കാൻ തുടങ്ങും. അതെ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും വലിയ തെറ്റുണ്ടോ എന്നൊരടക്കം പറച്ചിൽ സ്വാഭാവികമായും ഉണ്ടാകും. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സാമൂഹിക വിചാരണ നേരിടുക എന്നത് കടുത്ത മാനസിക സംഘർഷമുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും. ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ യുദ്ധമായി മാറി. അതെനിക്കറിയാം. പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് ചേരികൾ രൂപപ്പെട്ടു. രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ. ആദ്യത്തെ കാഴ്ചപ്പാട് ഇതിനെ ഒരു പോസിറ്റീവ് മാറ്റമായി കാണുന്നവരുടേതാണ്. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ സ്ത്രീകൾ തങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു. ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ ഒരു ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കി സഹിച്ചു കഴിയുന്ന പഴയ തലമുറയിലെ സ്ത്രീകളിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നു. അതെ, സ്വന്തം സന്തോഷത്തിന് വില കൽപ്പിക്കാൻ പഠിച്ച ഒരു പുതിയ തലമുറയുടെ പ്രതീകമാണ് ഈ പെൺകുട്ടിയെന്ന് അവർ വാദിക്കുന്നു. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം വ്യക്തിസ്വാതന്ത്ര്യം തന്നെയാണ്. വിവാഹമെന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല, വ്യക്തിപരമായ സന്തോഷവും സംതൃപ്തിയും വളരെ പ്രധാനമാണ് എന്ന ചിന്ത. ഒരു വ്യക്തിക്ക്, അത് സ്ത്രീയായാലും പുരുഷനായാലും, തനിക്ക് സന്തോഷം നൽകാത്ത ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തുവരാനുള്ള മൗലികമായ അവകാശമുണ്ട്. സമൂഹം എന്തു വിചാരിക്കുമെന്ന് പേടിച്ചു ജീവിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ വിഭാഗം ആളുകൾ ശക്തമായി വാദിക്കുന്നത് ഇതാണ്. ശരിയാണ്. ഒരുപക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയതും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയതും സ്ത്രീകളെ ഇത്തരം ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നുണ്ടാവാം. എന്നാൽ ഇതിന് നേർവിപരീതമായ വളരെ ശക്തമായ മറ്റൊരു വാദവും ഉയർന്നുവന്നു. അതെന്തായിരുന്നു? വിവാഹമെന്നത് ഒരു കളിപ്പാട്ടമല്ല. ഇഷ്ടം തോന്നുമ്പോൾ എടുക്കാനും മടുക്കുമ്പോൾ വലിച്ചെറിയാനും. അത് രണ്ടു വ്യക്തികൾ മാത്രമല്ല, രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതൊരു സാമൂഹിക സ്ഥാപനമാണെന്ന വാദം. അതെ, പരസ്പരം മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും ക്ഷമിക്കാനും സമയമെടുക്കുന്ന ഒന്നാണ്. ഇത്ര പെട്ടെന്ന് ചെറിയ കാരണങ്ങളുടെ പേരിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് കുടുംബം എന്ന അടിസ്ഥാന ഘടകത്തെ തന്നെ തകർക്കുമെന്ന് അവർ വാദിക്കുന്നു. ഈ കാഴ്ചപ്പാടിന്റെ അടിത്തറ സാമൂഹിക ഭദ്രതയും കുടുംബത്തിന്റെ കെട്ടുറപ്പുമാണ്. ക്ഷമ, വിട്ടുവീഴ്ച, പൊരുത്തപ്പെടൽ, ഇതൊക്കെയാണ് ഒരു ദാമ്പത്യത്തിന്റെ തൂണുകളെന്ന് ഇവർ വിശ്വസിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഓടി ഒളിക്കാൻ തുടങ്ങിയാൽ ഒരു ബന്ധവും നിലനിൽക്കില്ല. ഈ യൂസ് ആൻഡ് ത്രോ സംസ്കാരം ഇപ്പോൾ മനുഷ്യബന്ധങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നൊരു കടുത്ത വിമർശനവും ഇവർ ഉയർത്തുന്നുണ്ട്. അപ്പോ ഇവിടെ രണ്ട് തലമുറകളുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു സംഘർഷം കാണാമല്ലേ? കൃത്യം. വിവാഹം എന്ന വാക്കിന് രണ്ട് തലമുറകൾ നൽകുന്ന നിർവചനം തന്നെയാണ് ഇവിടെ പ്രശ്നം. പഴയ തലമുറയ്ക്ക് അതൊരു സാമൂഹിക ഉടമ്പടിയായിരുന്നെങ്കിൽ പുതിയ തലമുറയ്ക്ക് അതൊരു വ്യക്തിപരമായ സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. ഈ നിർവചനങ്ങളിലെ വ്യത്യാസമാണ് എല്ലാ തർക്കങ്ങൾക്കും അടിസ്ഥാനം. ഈ ചർച്ചകൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് ഇതിന് സമാനമായ എന്നാൽ കൂടുതൽ ഞെട്ടിക്കുന്നൊരു വാർത്ത കേരളത്തിൽ നിന്നും നമ്മൾ കേട്ടത്. ആ സംഭവം ഞാനും ശ്രദ്ധിച്ചിരുന്നു. അവിടെ ഭർത്താവിന് കറുപ്പ് നിറമായതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഭാര്യ ഉപേക്ഷിച്ചു പോയതെന്നായിരുന്നു വാർത്ത. അത് ഈ വിഷയത്തിന് മറ്റൊരു തലം നൽകി. അതെ, ആ താരതമ്യം വളരെ പ്രധാനമാണ്. കാരണം ഉത്തർപ്രദേശിലെ കേസിൽ കാരണം അവ്യക്തമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ അസ്വസ്ഥമാക്കുന്നത്. കാരണം വ്യക്തമല്ലാത്ത ഒരു അതൃപ്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ സാമൂഹിക സംവിധാനങ്ങൾക്ക് അറിയില്ല. എന്നാൽ കേരളത്തിലെ കേസ് അങ്ങനെയല്ല. അല്ല. അവിടെ കാരണം നിറം പോലെ വളരെ മൂർച്ചയേറിയതും വ്യക്തമായതുമായിരുന്നു. അവിടെ സമൂഹത്തിന് ഒരുമിച്ച് നിന്നതിനെ വിമർശിക്കാൻ എളുപ്പമാണ്. കാരണം നിറത്തിന്റെ പേരിലുള്ള വിവേചനം തെറ്റാണെന്നൊരു പൊതുബോധം നമുക്കുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ഇഷ്ടം എവിടെ വരെ പോകാം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയില്ലേ? ഒരാൾക്ക് കറുപ്പ് നിറം ഇഷ്ടമല്ല എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പല്ലേ?
അതോ അതൊരു സാമൂഹികമായ തെറ്റാണോ? വളരെ സങ്കീർണമായൊരു ചോദ്യമാണത്. ഒരു വശത്ത് തന്റെ പങ്കാളി എങ്ങനെയായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ആ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം നിറം, ജാതി, മതം പോലുള്ള സാമൂഹിക വിവേചനങ്ങളാകുമ്പോൾ അത് വ്യക്തിപരമെന്നതിലുപരി ഒരു സാമൂഹിക പ്രശ്നമായി മാറുന്നു. കാരണം അത് ഒരു വലിയ സമൂഹത്തെ ബാധിക്കുന്നു. അതെ, കാരണം ആ തീരുമാനം ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, അത് ആ നിറത്തിലോ ജാതിയിലോ ഉള്ള ഒരു സമൂഹം മുഴുവൻ നേരിടുന്ന വിവേചനത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി. ഉത്തർപ്രദേശിലെ കേസിൽ അസംതൃപ്തി എന്ന കാരണം അവ്യക്തമായതുകൊണ്ട് നമുക്കൊരു നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കേരളത്തിലെ കേസിൽ കാരണം വ്യക്തമായതുകൊണ്ട് ആ വ്യക്തിപരമായ ഇഷ്ടം ഒരു സാമൂഹിക തിന്മയുടെ പ്രതിഫലനമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് കേവലമൊരു വിവാഹമോചനത്തിന്റെ കഥയല്ല, മറിച്ച് മാറുന്ന കാലത്തിനനുസരിച്ച് വ്യക്തികളുടെ ചിന്തകളും ആഗ്രഹങ്ങളും മാറുന്നതിന്റെ വേഗതയിൽ വിവാഹം പോലുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ മാറുന്നില്ല. ആ ഒരു വിടവാണ് ഇത്തരം സംഘർഷങ്ങൾക്ക് കാരണമെന്ന് പറയാമോ? കൃത്യമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിലെ വ്യക്തിഗത ആഗ്രഹങ്ങളും അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ രൂപപ്പെട്ട വിവാഹമെന്ന സ്ഥാപനവും തമ്മിലുള്ള ഒരു കൂട്ടിടിയാണ് നമ്മളിവിടെ കാണുന്നത്. പണ്ടൊക്കെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ ആ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു. പുറത്തറിഞ്ഞാൽ അത് നാണക്കേടായിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ട് ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ വലിയ സാമൂഹിക ചർച്ചകളായി മാറുന്നു. അതെ, ഓരോരുത്തരും അവരവരുടെ ശരികളുടെ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ഇത് വ്യക്തികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണത്തിലെ പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. തീർച്ചയായും. ഉത്തർപ്രദേശിൽ വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ദാമ്പത്യത്തിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു യുവതി. ശരി. ഇതിനു തുടർന്ന് സമൂഹത്തിൽ ഉയർന്നുവന്ന 2 ശക്തമായ വാദങ്ങൾ. ഒന്ന്, വ്യക്തിപരമായ സന്തോഷത്തിനും തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് എന്ന വാദം. 2, കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വിട്ടുവീഴ്ചകളും ക്ഷമയും ആവശ്യമാണ്. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ സാമൂഹിക ഘടനയെ തകർക്കും എന്ന വാദം. ഈ 2 ആശയങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് നമ്മളിവിടെ കണ്ടത്. തീർച്ചയായും. ഈ കേസിൽ ആ യുവതിയുടെ യഥാർത്ഥ കാരണം ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു. ഒരുപക്ഷേ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഗൗരവമേറിയ കാരണങ്ങൾ അതിനു പിന്നിലുണ്ടാകാം. അല്ലെങ്കിൽ കേവലമൊരു പൊരുത്തക്കേടായിരിക്കാം. അതെ. കാരണം എന്തുതന്നെയായാലും ആധുനിക കാലത്തെ ബന്ധങ്ങളെക്കുറിച്ചും വിവാഹസങ്കല്പങ്ങളെക്കുറിച്ചും വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ അതിരുകളെക്കുറിച്ചും സമൂഹം എത്രത്തോളം വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ച ഈ സംഭവം നമുക്ക് നൽകുന്നുണ്ട്. തലമുറകൾ മാറുന്നതിനനുസരിച്ച് മൂല്യങ്ങളും മാറുന്നു. അതെ, അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളിലൊന്നാണിത്. നമ്മളൊരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. പഴയ തലമുറയുടെ ഉപദേശം എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നായിരുന്നു. പുതിയ കാലത്തിന്റെ ഒരു ചിന്ത സന്തോഷമില്ലെങ്കിൽ ഇറങ്ങിപ്പോരണം എന്നുമാണ്. 2 എക്സ്ട്രീം നിലപാടുകൾ. അതെ. ഈ 2 ചിന്തകൾക്കിടയിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഗിവിംഗ് ഇറ്റ് എ റിയൽ ട്രൈ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? നല്ല ചോദ്യം. ആ ശ്രമം എത്ര കാലം നീണ്ടു നിൽക്കണം? 1 മാസമോ 6 മാസമോ അതോ 1 വർഷമോ? ആര് തീരുമാനിക്കും ആ ശ്രമത്തിന്റെ കാലാവധി?